2025 ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാറാണ്. 2025 ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാറാണ്. വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2025 ഏപ്രിൽ 5-നാണ്. ബിൽ നിയമമാകുന്നത് ഈ ദിവസമാണ്, 2025 ഏപ്രിൽ 5. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫാണ്. അപ്പോൾ സാറാ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് മിത്രവിഭൂഷണ ബഹുമതി. ഇത് നേടിയത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള മിത്രവിഭൂഷണ ബഹുമതി നേടിയത് നരേന്ദ്രമോദിയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. ദൗത്യത്തിൻ്റെ പേരാണ് ആക്സിയോം 4. ഈയിടെ ഉദ്ഘാടനം ചെയ്ത കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് ഇടുക്കി ജില്ലയിലാണ് ഈയിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. ഈ വർഷത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലാൻഡാണ്. അപ്പോൾ ഈ വർഷത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ തായ്ലാൻഡാണ്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായ വനിതയാണ് പൂനം ഗുപ്ത. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആരെന്ന് ചോദിച്ചാൽ പൂനം ഗുപ്തയാണ് ഉത്തരം.